എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ എല്ലാവരിലേക്കും അങ്ങോട്ട് പുഷ് ചെയ്യുന്നില്ല. സോഷ്യൽ മീഡിയയിലെ ആവശ്യമുള്ളതും അനാവശ്യമായിട്ടുള്ളതുമായ എല്ലാവിധ ചർച്ചകളും ഫോളോ ചെയ്യുന്ന ആളുകൾക്കായിരിക്കും ഇത് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുക. ഞാൻ അത്തരത്തിൽ എൻ്റെ ഒഴിവ് സമയങ്ങളൊക്കെ ഒരാവശ്യമില്ലാത്ത സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സികൾ കേൾക്കാനായിട്ട് വിനിയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. ചെറിയ ഒരു കുറ്റബോധമൊക്കെ ചില സമയത്ത് തോന്നാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ സമയം കളയുന്നത് എന്നോർത്ത്. പക്ഷെ അതിൽ നിന്നൊക്കെ കണ്ടന്റുകൾ കിട്ടുമ്പോഴത്തേന് ഒരു ചെറിയ ആശ്വാസം തോന്നാറുണ്ട്. ഈ സദാചാര പോലീസിങ്, മോറൽ പോലീസിങ്ങിനെതിരെ നമ്മൾ സ്ഥിരമായിട്ട് തന്നെ പ്രതികരിക്കാറുണ്ട്. എന്താണ് മോറൽ പോലീസിങ്? ഒരാവശ്യമില്ലാത്ത ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറി കുറ്റവും ശിക്ഷയൊക്കെ വിധിക്കുന്ന ആളുകളെയാണ് നമ്മൾ മോറൽ പോലീസുകാർ എന്ന് പറയുന്നത്. നമ്മളുടെ നിയമ സംവിധാനങ്ങളും അതേപോലെ തന്നെ പൊതുജനവും ഒക്കെ അവരെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാറുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിൽ നമ്മൾ ഏറെ പേടിക്കേണ്ട, പ്രതികരിക്കേണ്ട ഒരു പോലീസിംഗ് ആണ് സോഷ്യൽ മീഡിയ പോലീസിംഗ് എന്ന് പറയുന്നത്. ഈ സാധാരണ സോഷ്യൽ മീഡിയ റിയാക്ഷൻസ്, ഏതെങ്കിലും ഒരു ഇഷ്യൂവിൽ റിയാക്ട് ചെയ്യുന്നതിനല്ല നമ്മൾ സോഷ്യൽ മീഡിയ പോലീസിംഗ് എന്ന് പറയുന്നത്. ആളുകളെ ഇങ്ങനെ ഫോളോ ചെയ്ത് അവരെ ഇങ്ങനെ മര്യാദ പഠിപ്പിച്ച് അവരെ ആളുകളുടെ മുൻപിലേക്ക് ആക്രമണത്തിന് വേണ്ടി ഇട്ടുകൊടുത്തവരെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഈ ഒരു തരത്തിൽ സദാചാരം പഠിപ്പിക്കുന്ന ആളുകളെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ പോലീസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ റിയാക്ഷൻ ചാനലുകൾ ധാരാളം വരുന്ന ഒരു കാലഘട്ടമാണ്. വളരെ എളുപ്പമാണ് റിയാക്ട് ചെയ്യുക എന്നുള്ളത്. നമ്മളും നമ്മളുടെ കണ്ടന്റിന്റെ ഒരു ഭാഗം റിയാക്ഷൻസിന് വേണ്ടി മാറ്റി വയ്ക്കാറുണ്ട്. ഈസി ആണല്ലോ. ഏതെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് നമ്മളുടെ ഒരു റിയാക്ഷൻ പറഞ്ഞാൽ മതി. അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ സപ്പോർട്ട് ചെയ്യും. അത് ആളുകളുടെ റിയാക്ഷൻസുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് കിട്ടും. നമുക്ക് വലിയ കാര്യമായിട്ടുള്ള സപ്പോർട്ട് ഇല്ല, കാരണം നമ്മൾ മജോറിറ്റിയുടെ റിയാക്ഷൻസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളല്ല. എന്നാൽ മജോറിറ്റിയുടെ റിയാക്ഷൻസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് കാര്യമായി തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു സ്ഥാനം ലഭിക്കും. ഈ ബിഗ് ബോസ് ഒക്കെ വരുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി, റിയാക്ഷൻ ചാനലുകൾക്ക് ചാകരയാണ്. കാരണം മജോറിറ്റി എന്ന് പറയുന്നത് അതിനകത്തുള്ള ഏതെങ്കിലും ആളുകളെ ഫോളോ ചെയ്ത് അവരെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അപ്പോൾ അവരുടെ ഒരു ഇംഗിതത്തിനനുസരിച്ചിട്ട് കണ്ടന്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാര്യമായിട്ടുള്ള സപ്പോർട്ട് കിട്ടും. ഈ അനാവശ്യമായിട്ടുള്ള ചില ചർച്ചകൾ, ഇതിൽ ചെറിയ ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളിൽ ഉത്തരവാദിത്വ ബോധത്തോടെ ജീവിതത്തെ നോക്കിക്കാണുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറയുകയാണ്. ലോങ് ടൈമിലേക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നോക്കുന്ന ആളുകളാണോ നിങ്ങൾ? മാസം 2000 രൂപ പോലെയുള്ള ഒരു തുകയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലോങ് ടൈമിൽ നല്ല റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള ഒരു NFO പരിചയപ്പെടുത്താം. മാക്സ് ലൈഫ് ആണ് ഇപ്പോൾ ഈ ഒരു അവസരവുമായി മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത്. അവരുടെ പുതിയ NFO ആയ നിഫ്റ്റി മൊമെന്റം ക്വാളിറ്റി 50 ഫണ്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ മാസം 17 വരെ മാത്രമാണ് ഈ ഒരു NFOയിൽ നിക്ഷേപിക്കാനായിട്ടുള്ള അവസരം. കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനായിട്ടും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. മാക്സ് ലൈഫിന്റെ ഈ ഒരു ഫണ്ടിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം നമ്മുടെ നിക്ഷേപം സുരക്ഷിതമാക്കാൻ വേണ്ടി കമ്പനി മാറ്റിവെക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരു ഭാഗം ഇൻവെസ്റ്റ് ചെയ്യുന്നത് 500 മിഡ് ലാർജ് സ്മോൾ ക്യാപ് കമ്പനികളിലെ ഏറ്റവും മികച്ച 50 കമ്പനികളിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ നിക്ഷേപം സുരക്ഷിതമാക്കിക്കൊണ്ട് തന്നെ ലോങ് ടൈമിൽ നല്ലൊരു റിട്ടേൺ കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ടാവുന്നു. ഈ ബെഞ്ച് മാർക്കിന്റെ മുൻകാല റിട്ടേൺ നോക്കിയാൽ അത് യഥാക്രമം 5-10 വർഷങ്ങളിലായിട്ട് 33.3%, 24.9%. സിമ്പിളായി പറഞ്ഞാൽ മാക്സ് ലൈഫ് നിഫ്റ്റി മൊമെന്റം ക്വാളിറ്റി 50 ഫണ്ടിൽ 2014 നിങ്ങൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ 10 വർഷത്തിന് ശേഷം ഇപ്പോൾ അത് 9.2 ഇരട്ടിയായി മാറിയേനെ. NRIs ആയ സുഹൃത്തുക്കൾക്കും ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാസം 18,000 രൂപ പോലുള്ള ഒരു തുക മാറ്റി വെച്ച് കഴിഞ്ഞാൽ 3 കോടി വരെയൊക്കെ കമ്പനി വാഗ്ദാനം നൽകുന്നുണ്ട്. ഈ മാസം 17 വരെ മാത്രമാണ് ഈ ഒരു NFOയിൽ നിക്ഷേപിക്കാനായിട്ടുള്ള അവസരം. ഇതിൽ നിക്ഷേപിക്കാനായിട്ടും കൂടുതൽ അറിയാനായിട്ടും ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലുമുള്ള ലിങ്ക് ചെക്ക് ചെയ്യുക. വീഡിയോയിലേക്ക് തിരികെ വരുമ്പോൾ ഞാൻ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? സോഷ്യൽ മീഡിയ പോലീസിങ്. സോഷ്യൽ മീഡിയ പോലീസിങ്ങിൻ്റെ ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 എക്സാമ്പിൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഡിസ്കഷനിൽ നിന്നിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുകയാണ്. ഒരാളെ ഞാൻ മുന്നേ പരിചയപ്പെടുത്തിയിരുന്നു. രണ്ടാമതായിട്ട് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്ന ആളെ ആദ്യം പറയാം. ഒന്ന് ദിയ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അതിനോടൊപ്പം തന്നെ ചെറിയൊരു ബിസിനസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് അത്തരത്തിൽ കാര്യങ്ങളെ നോക്കിക്കണ്ടെങ്കിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ലൈഫ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്പാൻ ഉള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് മേഖലയിലേക്ക് വളർന്നെങ്കിൽ മാത്രമേ ഇൻഫ്ലുവൻസേഴ്സിന് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഏതായാലും അദ്ദേഹം ഗംഭീരമായിട്ട് തന്നെ ആ ഒരു ബിസിനസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു ബിസിനസ്സുമായി മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് സാധാരണ മലയാളികൾ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ചലഞ്ചസിനേക്കാളും കൂടുതൽ ചലഞ്ചസ് ഉണ്ടാവാറുണ്ട്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ഗ്ലാമറസ് വേൾഡാണ്. ഇൻഫ്ലുവൻസർ ലൈഫ് എന്ന് പറയുന്നത് അത്യാവശ്യം തിളങ്ങി നിൽക്കാനായിട്ട് പറ്റും. ഈ ഒരു തിളക്കം എന്ന് പറയുന്നത് അധികം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയല്ല. അതിന് ഈ ആളുകളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ഒരു ഇൻകം ഡിഫറൻസ് എന്ന് പറയുന്നത്, ഈ സാമ്പത്തിക അന്തരം എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. ഒത്തിരിയധികം സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്ക് പലപ്പോഴും ഇത്തരത്തിൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ലൈഫൊന്നും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അവരല്ല മജോറിറ്റി ഓഡിയൻസ് എന്ന് പറയുന്നത്. മജോറിറ്റി ഓഡിയൻസ് എന്ന് പറയുന്നത് അന്നന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൂടുതലും അതിനേക്കാളിലും താഴെയുള്ള ആളുകളുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക്
ചെറിയൊരു അമർഷം ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ലൈഫിനോടുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ആ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ ചലഞ്ചസ് കാര്യമായി തന്നെ ഉണ്ടാവും. അതേപോലെ ഈ സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ ഒന്ന് തകർന്നു കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു ഫ്രീക്വൻറ്റ് കമ്പാരിസൺ ഉണ്ട്. അവരുടെ ലൈഫ് നമ്മുടെ ലൈഫ്, അവർ വെറുതെ സോഷ്യൽ മീഡിയയിൽ അവരുടെ എൻജോയ്മെൻറ്റ് കാണിക്കുന്നു, അതിൽ നിന്ന് അവർക്ക് വീണ്ടും പണം ഉണ്ടാകുന്നു, നമ്മളിവിടെ കഷ്ടപ്പെടുന്നു. ഈ ഒരു ഫ്രീക്വൻറ്റ് കമ്പാരിസൺ ഉണ്ട്. ഈ ഒരു കമ്പാരിസൺ ഉള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു വാർത്ത നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസേഴ്സിനെതിരെ വന്നു കഴിഞ്ഞാൽ ആളുകൾ അത് വലിയ സംഭവമാക്കി മാറ്റും. അതേപോലെ തന്നെ അറിയാതെങ്കിലും ഒരാളുടെ തകർച്ചയ്ക്ക് കാരണമാവുന്ന രീതിയിലേക്കുള്ള പ്രതികരണങ്ങളും പലപ്പോഴും ഫാൻസ് അടക്കമുള്ള ആളുകൾ പോലും ഇടാറുണ്ട്. ഇനി ഈ ദിയ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറുടെ കേസിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1-2 തവണ നമ്മളും അദ്ദേഹത്തിൻ്റെ ചില പൊളിറ്റിക്കൽ ഐഡിയോളജികളോട് ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അച്ഛനും ഒക്കെ ഒരു പ്രത്യേക പൊളിറ്റിക്കൽ ഐഡിയോളജി ഉള്ള ആളുകളാണ്. നമ്മൾ അത്തരത്തിലുള്ള കുഴിക്കഞ്ഞി കഥകളൊക്കെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സമൂഹത്തിൽ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക റിയാക്ഷനാണ്. അല്ലാത്ത ചില റിയാക്ഷൻസ് അദ്ദേഹത്തിനെതിരെ വരുന്നതും അത് വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്രമണമായി മാറുന്നതും ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു കണ്ടന്റിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നത്. ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഇറേഴ്സ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൻ്റെ ടോട്ടൽ ഇറർ 5% താഴെയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് നല്ലൊരു ബിസിനസ്സാണ് എന്ന് പറയാൻ പറ്റും. 5% താഴെയുള്ള ഒരു ഇറർ മാത്രമാണ് ഈ ദിയ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറുടെ കാര്യത്തിൽ സോഷ്യൽ മീഡിയ മുഴുവൻ പരതിയ സമയത്ത് എനിക്ക് മനസ്സിലായത്. 5 പോലും ഉണ്ടാവില്ല, ഒരു 2% വല്ലതും കണക്കാക്കിയാൽ മതി. അപ്പോൾ അതിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഒരു ആരോപണം എന്ന് പറയുന്നത് ഇദ്ദേഹം പാഴ്സലായിട്ട് അയച്ച ആ ഒരു പ്രൊഡക്റ്റ് ഡാമേജ്ഡ് ആയിട്ടുള്ളതായിരുന്നു. ഈ ഡാമേജ് ഉള്ള പ്രൊഡക്റ്റ് മറ്റൊരു ഇൻഫ്ലുവൻസർ ഫാമിലിയുടെ കയ്യിലാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അവരതൊരു വീഡിയോ ആക്കുന്നു. അവർ ഇദ്ദേഹത്തിൻ്റെ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. എന്നാൽ ഈ സോഷ്യൽ മീഡിയ പോലീസുകാർക്ക് ഒരു കണ്ടന്റ് ആയതുകൊണ്ട് അവർ ഇദ്ദേഹത്തിൻ്റെ പേരൊക്കെ തപ്പിയെടുത്ത് അതിൽ നിന്നൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഇവർക്കെതിരെ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് അൺവാണ്ടഡ് ആയിട്ടുള്ള ക്യാമ്പയിനാണ്. ശരിക്കും പോലീസുകാർ പറയും സാധാരണക്കാരുടെ പണമാണ്. സാധാരണക്കാരുടെ പണം കൊടുത്തിട്ടാണ് നമ്മൾ എല്ലാ ഇ-കൊമേഴ്സ് സൈറ്റുകളിൽ നിന്നിട്ട് സാധനം വാങ്ങുന്നത്. റിച്ച് ആയിട്ടുള്ള ആളുകൾ അത്രയധികം വലിയ റിച്ച് ആയിട്ടുള്ള ആളുകൾ അങ്ങനെ ഇ-കൊമേഴ്സ് സൈറ്റുകളിൽ നിന്നിട്ട് വലിയ സാധനങ്ങളൊന്നും വാങ്ങാറില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാം സാധാരണക്കാർ തന്നെയാണ്. നമ്മൾ ഇ-കൊമേഴ്സ് സൈറ്റുകളിൽ നിന്ന് സാധനം വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? അതൊരു കസ്റ്റമർ ആർജിക്കേണ്ട മിനിമം ബേസിക് ആയിട്ടുള്ള ഒരു നോളജാണ്. നമ്മൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുത്ത് വയ്ക്കും. എന്തിനാണ് വീഡിയോ എടുത്ത് വയ്ക്കുന്നത്? ഇത് 2 സൈഡും നമ്മൾ ചിന്തിക്കണം. വീഡിയോ എടുത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചയക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ റിസീവ് ചെയ്ത പ്രോഡക്റ്റ് അവരയച്ചത് തന്നെയാണ് എന്ന് അവർക്ക് എങ്ങനെ മനസ്സിലാവും? നമ്മൾ ഈ ഒരു അൺബോക്സിങ്ങിൻ്റെ വീഡിയോ എടുത്ത് വെക്കണം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ബൂഡ്മോ എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്നിട്ട് ഒരു 15,000 രൂപയുടെ സ്പെയർ പാർട്സ് ഓർഡർ ചെയ്തു എൻ്റെ ഒരു വാഹനത്തിന് വേണ്ടി. അപ്പോൾ ഈ ഒരു സ്പെയർ പാർട്സ് ഓർഡർ ചെയ്ത സമയത്ത് ഈ വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് ഒക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഒരു റിസ്ക് ഉണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇത് സെറ്റ് ആവണമെന്നില്ല, റിട്ടേൺ അടിക്കേണ്ടി വരും. ഇത്രയും പൈസ ഉള്ള സംഭവമല്ലേ. അവർ ആ ഒരു ബോക്സിൻ്റെ പുറത്ത് പല ആവർത്തി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കണം, വീഡിയോ എടുത്തില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ അക്സെപ്റ്റ് ചെയ്യില്ല. ഞാനിത് റെക്കോർഡ് ചെയ്ത സമയത്ത് റെക്കോർഡിംഗ് ഓൺ ആയില്ല. ഞാൻ പേടിച്ചു പോയി. ഞാൻ അക്സെപ്റ്റ് ചെയ്തു റിട്ടേൺ അടിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ബോക്സ് അൺബോക്സ് ചെയ്തിട്ട് വേറെ ഒരു സാധനം എടുത്ത് തിരിച്ച് വെച്ച് വിട്ടാൽ എന്ത് ചെയ്യും? അപ്പോൾ അതല്ല എന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ വേണം. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ ഭാഗ്യത്തിന് ആ ഒരു സാധനം ഫിറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നീടുള്ള കാര്യങ്ങളിലേക്ക് പോയില്ല. അവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഗതിയുണ്ട്, എൻ്റെ ഭാഗം ക്ലിയർ അല്ല, അവർ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തിട്ടില്ല. മിനിമം ആയിട്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് ഈ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത്. പല രീതിയിൽ ഈ ഇ-കൊമേഴ്സ് ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഈ കൊറിയർ സർവീസുകാരുടെ ഹാൻഡിലിംഗ് എന്ന് പറയുന്നത് വളരെ മോശമാണ്. നമ്മളെല്ലാം ഈ ഒരു സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് പറയുകയാണ്, നമ്മൾ ഏതൊരു സാധനം അയച്ചാലും നമ്മൾ നല്ല പാക്കേജിങ് അല്ല എന്നുണ്ടെങ്കിൽ അത് ഡാമേജ് ഉണ്ടാവാറുണ്ട്. കാരണം അവർ അത്ര റഫായിട്ട് അത് ഹാൻഡിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ടോട്ടൽ സാധനങ്ങളിൽ ഒരു 5% ഇതേപോലെ തന്നെ റിട്ടേൺ ആയിട്ട് വരാറുണ്ട്, ഡാമേജും ഉണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അവിടെ ഈ വ്യക്തിപരമായിട്ട് ഇവരെ അധിക്ഷേപിക്കുന്നത് കൊണ്ടോ ഇവരുടെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഡിഫെയിം ചെയ്യുന്നത് കൊണ്ടോ യാതൊരുവിധ അർത്ഥവുമില്ല. അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് ഈ സോഷ്യൽ മീഡിയ പോലീസുകാരുടെ ഒരു തൊഴിലിൻ്റെ ഭാഗമായതുകൊണ്ടാണ് അവരതങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ആ ഒരു ബിസിനസ്സിനെതിരെ അവരുടെ രീതികൾക്കെതിരെ ഒരു വിമർശനമാണ് ഉന്നയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാം. നിങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് അയച്ചു കൊടുക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഡാമേജ്ഡ് ആണ്, നിങ്ങളിത് റിട്ടേൺ എടുക്കുന്നില്ല, അത് വളരെ മോശമാണ്. നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് ഒക്കെ ആഡ് ചെയ്യാം, നിങ്ങൾക്കൊരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ട്, ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കാം. അതല്ലാതെ നിങ്ങളുടെ കുടുംബവുമായിട്ട് അവിടെ അങ്ങനെ ട്രിപ്പ് പോയ സമയത്ത് ഈ ഒരു വസ്ത്രം ഇട്ട് നിങ്ങൾ ഫോട്ടോ എടുത്തില്ലേ, എന്നിട്ടാണോ നിങ്ങൾ ഇവർക്ക് ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശുദ്ധ ആ വേർഡ് ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല, അത് തന്നെയാണ്.
ഈ വ്യക്തി ജീവിതവും ബിസിനസ്സും രണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയ റിയാക്ഷൻ ചാനലുകൾ, ഈ സോഷ്യൽ മീഡിയ പോലീസിംഗ് ആയിട്ട് ആളുകളെ ഈ സമൂഹത്തിന് മുൻപിലേക്ക് ഇട്ടുകൊടുക്കുന്ന പരിപാടി അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ മറ്റേ ഇറ്റ്സ് മീ കൈസ് പോലുള്ള ചാനലുകളൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഫീഡിൽ വരുമ്പോൾ നോക്കാറുണ്ട്. ഈ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസേഴ്സ്, ഫാമിലി വ്ളോഗേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. റിച്ച് ആയിട്ടുള്ള ആളുകളുണ്ട്, സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്. പലപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവരുടെ ചാനൽസ് ഫോളോ ചെയ്യാറുണ്ട്. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഫാമിലി വ്ളോഗുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൈസൊക്കെ അവരുടെ തിണ്ണെ പോയി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അവരേതെങ്കിലുമൊക്കെ ഒരു തെറ്റ് വരുത്തുന്നുണ്ടോ, അവരങ്ങനെ ചക്കരയോട് മുത്തിങ്ങനെ സംസാരിച്ചത് ശരിയായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് അവരെ പിന്തുടർന്ന് ഫോളോ ചെയ്യും. കാരണം അവർക്ക് ഈ നിയമത്തിൻ്റെ പുറകെ പോകാനായിട്ടോ അല്ലെങ്കിൽ അവർക്ക് വലിയ ഫാൻ ബേസോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ഇവർക്കെതിരെ പ്രതികരിക്കാനായിട്ട് പോകത്തില്ല. പ്രതികരിച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ കാര്യം കണക്ട് ചെയ്യുക, സാമ്പത്തിക ഉന്നതിയിലേക്ക് ഇങ്ങനെ നടന്നെടുക്കുന്ന ആളുകളായതുകൊണ്ട് ഇവർക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ആളുകൾ ഈ പറയുന്ന പോലീസുകാർക്കൊപ്പം നിൽക്കും. അപ്പോൾ ഇത് ഇവിടെ സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഭയങ്കര അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഷെയ്മിങ് ആണ്. എന്നാൽ ഈ റിയാക്ഷൻ ചാനലുകളിൽ റിയാക്ട് ചെയ്യുന്ന പല ആളുകൾ പോലും പലവിധ തട്ടിപ്പുകളിൽ ജനങ്ങളെ പെടുത്തിയിട്ടുള്ള ആളുകളാണ്. ഇൻസ്റ്റഗ്രാം വഴിയുള്ള പണത്തട്ടിപ്പുകൾ, അതേപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന ചില തട്ടിപ്പുകൾ, അങ്ങനെയുള്ള പല തട്ടിപ്പുകളും ചെയ്തിട്ടുള്ള ആളുകളാണ്, പല ആരോപണങ്ങളും നേരിട്ടിട്ടുള്ള ആളുകളാണ്. എന്നാലും കൂട്ടമായിട്ട് ഒരാളെ ആക്രമിക്കുന്ന സമയത്ത് അയാൾ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും കൂടി ഇവർക്കൊപ്പം അങ്ങ് സംഘടിക്കും. സോഷ്യൽ മീഡിയയിൽ കാര്യമായി തന്നെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ആശയങ്ങളോ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളോ ഒക്കെ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളെന്ന് പറയുന്നത്, നമ്മൾ ബാക്കിയുള്ള ഇ-കൊമേഴ്സ് സൈറ്റുകളോട് ഡീൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവരോടും ഡീൽ ചെയ്യേണ്ടത്. ഇവിടെയും നിങ്ങളൊരു കൺസ്യൂമറാണ്, നിങ്ങൾക്ക് എല്ലാവിധ റൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് അത് ഡാമേജ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മിനിമം നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിലെങ്കിലും പോയി ഒരു പരാതി കൊടുക്കാവുന്നതാണ്. അതേപോലെ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ആ ഒരു പ്രൊഡക്റ്റ് തരുന്ന കമ്പനി അല്ലെങ്കിൽ ആൾ പറയുന്ന ഗൈഡ് ലൈൻസിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതിൽ ന്യായമായിട്ടുള്ള കാരണങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപരിഹാരവും നമ്മൾ സ്പെൻഡ് ചെയ്ത സമയത്തിൻ്റെതടക്കമുള്ള ഒരു തുകയുമൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് മൂവ് ചെയ്യുക. ഈ പോലീസിങ്ങിൽ, മറ്റേ സോഷ്യൽ മീഡിയ പോലീസിങ്ങിന് ആളുകൾ ഇട്ട് കൊടുക്കുന്നത് ഇത്തിരി കടന്ന കൈ തന്നെയാണ്. കാരണം കുറ്റവും ശിക്ഷയൊക്കെ അവിടെ അങ്ങ് വിധിക്കുകയാണ്. പിന്നെ അവരുടെ കുടുംബത്തെ വരെ ഇല്ലാതാക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കും. ഇനി കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോയുടെ ക്ലാരിഫിക്കേഷൻ, ഒത്തിരിയധികം ആളുകൾ മെസ്സേജ് ചോദിക്കാറുണ്ട്, നിങ്ങൾ പ്രശ്നേഷ് എന്ന് വിളിച്ച ആളുകൾ അപമാനിക്കുന്ന ആളെ സപ്പോർട്ട് ചെയ്തു, അവനെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആരെയും ഡിഫെയിം ചെയ്യുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിനകത്തുള്ള സംഭവം എന്ന് പറയുന്നത്, നമ്മൾ ബേസിക്കായിട്ട് ഇത്ര കാര്യം ചിന്തിച്ചാൽ മതി. എല്ലാം പോസിറ്റീവായിട്ട് നോക്കിക്കാണുന്നതാണ് നമ്മളെ മാനസിക ആരോഗ്യത്തിന് നല്ലത്. നമ്മളെല്ലാം നെഗറ്റീവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നെഗറ്റീവ് തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ആളുകൾ അദ്ദേഹത്തെ റോസ്റ്റ് ചെയ്യുന്നു, ട്രോൾ ചെയ്യുന്നു, തെറി വിളിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാറായിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റി നേടുന്നു. ആ ഒരു പബ്ലിസിറ്റി നേടുന്നതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ തെറി വിളിക്കുന്നതുകൊണ്ട് സമൂഹത്തിന് എന്താണ് ഒരു നഷ്ടമുള്ളത്? സമൂഹത്തിന് പ്രത്യേകിച്ച് ഒരു നഷ്ടമില്ല. അദ്ദേഹത്തിന് എന്താണ് ലാഭമുള്ളത്? അദ്ദേഹത്തിൻ്റെ ലാഭത്തെക്കുറിച്ചിട്ടാണ് ആളുകൾക്ക് വലിയ ആകുലത. അദ്ദേഹത്തിന് റീച്ച് ഉണ്ടാവുന്നു. ഓക്കെ, അദ്ദേഹത്തിന് റീച്ച് ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ റീച്ച് കൊണ്ട് അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം കൂടുതൽ വീടുകളുടെ വാട്ടർ ടാങ്കും കിണറും അകത്തളങ്ങളും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള വർക്കുകളാണ് ആഗ്രഹിക്കുന്നത്. പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹമില്ലേ? ഈ ആഫ്റ്റർ ഓൾ അദ്ദേഹത്തിന് കൂടുതൽ വർക്കുകൾ കിട്ടുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹം നിങ്ങളെ പറ്റിക്കാനായിട്ടുള്ള ഒരു പ്ലാനും ഇടുന്നില്ല. വിട്ടുകളയുക. ഈ പണിയെടുത്ത് ജീവിക്കുന്ന ആളുകൾ സാമ്പത്തികമായിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ള തോന്നലൊക്കെ ആളുകളിൽ ജനിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇവർക്കെതിരെയുള്ള അറ്റാക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ദിയ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചതും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തതുമൊക്കെ ആളുകളിൽ അസൂയ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് അവരുടെ ഈ ഒരു 2% ബിസിനസ്സിൽ ഉണ്ടാവുന്ന ഒരു എറർ, അത് കൊറിയർ കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു എറർ ആയിരിക്കും 99% കേസിലും. ആ ഒരു കേസിൽ അവർക്കെതിരെയൊക്കെയുള്ള ആക്രമണങ്ങൾ എന്ന് പറയുന്നത് തികച്ചും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതേപോലെ തന്നെ അവർക്കൊക്കെ എതിരെയുള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ സോ കോൾഡ് പാവങ്ങൾക്കൊപ്പം നിൽക്കുന്ന, സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന റിയാക്ഷൻ ചാനലുകൾ വളരെ വൃത്തികെട്ട തമ്പനയിലുകൾ ഉണ്ടാക്കുകയും അവരുടെ ഫോട്ടോ മോർഫ് ചെയ്യുകയും അറയ്ക്കുന്ന ക്യാപ്ഷൻസ് ഒക്കെ എഴുതുകയൊക്കെ ചെയ്യുന്നതും കാണാറുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് അവരൊക്കെ എന്തോ പാവങ്ങൾക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയെ കുറിച്ചിട്ട് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഏതായാലും വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ മാക്സ് ലൈഫിൻ്റെ NFOയുടെ കാര്യം മറക്കേണ്ട. ഈ മാസം 17 വരെ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു NFOയിൽ നിക്ഷേപിക്കാനായിട്ടുള്ള അവസരം. NFOയിലൊക്കെ നിക്ഷേപിക്കുന്ന സമയത്ത്, ഫണ്ടുകളിലൊക്കെ നിക്ഷേപിക്കുന്ന സമയത്ത് ടാക്സ് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള കാര്യം നിങ്ങൾക്കറിയാവുന്നതാണ്. 80C പ്രകാരവും 10D പ്രകാരവുമുള്ള ടാക്സ് ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിക്ഷേപിക്കാനും കൂടുതൽ അറിയാനും ആഗ്രഹിക്കുന്ന ആളുകൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലുമുള്ള ലിങ്ക് ചെക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കേണ്ട. നന്ദി.